الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ദുനിയാവിലും ആഖിറത്തിലും നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉപകരിക്കുന്ന അമലും സാലിഹായി പടച്ച റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പല സ്ഥലത്ത് വെച്ചും വസിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി വരുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി ബുദ്ധിമുട്ടില്ലാത്ത വിഷമങ്ങളില്ലാത്ത ജീവിതം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവർ അല്ലാഹു അവർക്ക് അഫൂ കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സാദാത്യങ്ങൾ, നമ്മുടെ ആലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്തോടുകൂടെയുള്ള ഇസ്സത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, മറ്റ് ധാരാളം പണ്ഡിതന്മാർ, ഒരുപാട് മുഅ്മിനീങ്ങൾ, സഹോദരന്മാർ, ഞാൻ പേരറിയുന്നവരും അല്ലാത്തവരും, അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ഈ സദസ്സും ഈ താല്പര്യവും കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിൽ അല്പസമയം ഒഴിവ് കിട്ടുമ്പോൾ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കുറച്ച് സമയം മാത്രമേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം. പക്ഷെ ആ തിരക്കുകൾക്കിടയിൽ അൽഹംദുലില്ലാഹ് ഇങ്ങനെ പരിശുദ്ധ ദീനിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടാനും ഒരു നല്ല സദസ്സ് സംഘടിപ്പിക്കാനും നിങ്ങൾ കാണിക്കുന്ന താല്പര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊണ്ടും ഖൈറ് കൊണ്ടും അനുഗ്രഹിക്കട്ടെ. ഹലാലായ സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ പൊരുത്തത്തിനും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൊരുത്തത്തിനും കാരണമാകുന്ന എന്തൊക്കെ ഖൈറുകളുണ്ട് ആ ഖൈറുകളൊക്കെ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പ്രത്യേകിച്ചൊരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. പരിശുദ്ധമായ ഉംറ നിർവഹിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അതുപോലെ തന്നെ മദീന സിയാറയും ഉദ്ദേശിച്ചുകൊണ്ടാണ് വന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. അല്ലാഹു തആല നിങ്ങൾക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഹുദവി ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്നോടിവിടെ അല്പസമയം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ വിഷയം തച്ചുശാസ്ത്രം എന്നുള്ളതാണ്. തച്ചുശാസ്ത്രം അതല്ലെങ്കിൽ വാസ്തുശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ധാരണകൾ നമുക്കതിനെക്കുറിച്ചുണ്ടാകും, ഒരുപാട് മുൻവിധികൾ. ഈ മുൻവിധിയോടുകൂടിയായിരിക്കും, ഈ ധാരണയോടുകൂടിയായിരിക്കും ഒരുപക്ഷെ നാം ഈ വിഷയത്തെ സമീപിക്കുന്നുണ്ടാവുക. ഈ വിഷയത്തിലെന്ന് മാത്രമല്ല, ഒരു കാര്യത്തിലും ചില മുൻവിധികളോടുകൂടി ഒന്നിനെയും സമീപിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. ഏത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അറിഞ്ഞതിനു ശേഷം മാത്രം തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പറയുക എന്നുള്ളതാണ് എപ്പോഴും നല്ല രീതി. തച്ചുശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തച്ചുശാസ്ത്രവും വാസ്തുശാസ്ത്രവും യഥാർത്ഥത്തിൽ ഒന്നല്ല. തച്ചുശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി വിശാലമാണ്. ഭവന നിർമ്മാണം എന്ന് പറയുമ്പോൾ വെറും ഫൗണ്ടേഷൻ പണിയലും ചുമര് മാത്രമല്ലോ. നമ്മുടെ നാട്ടിലുള്ള പഴയ വീടുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം, കഴുക്കോൽ കൂട്ടുകളാണ്. ഈ കഴുക്കോൽ പണി അത് ഒരു വളരെ പ്രധാനപ്പെട്ട
എല്ലാവർക്കും അറിയാത്ത ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. ഒരു വീട് അതിന്റെ ചുമര് നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയാക്കി ആ ചുമരിന്റെ മുകളിൽ ചൂഴിക വെച്ച് അതിന്റെ കഴുക്കോലും അതിന്റെ വളകളും മറ്റാവശ്യമായ ഭാഗങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോഴാണല്ലോ വീട് നിർമ്മാണം പൂർത്തിയാകുന്നത്. എന്നാൽ അതിന്റെ മുകളിൽ വെക്കാനുള്ള കഴുക്കോലിന്റെ അളവും കഴുക്കോലിന് കൊടുക്കേണ്ടുന്ന ദ്വാരങ്ങളും എല്ലാം തന്നെ ആ വിഷയത്തിൽ വളരെ പ്രാവീണ്യമുള്ള നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുത്താശാരി ഒരുപക്ഷെ വീടിന്റെ ചുമര് പോലും പണിയുന്നതിന് മുമ്പായിക്കൊണ്ട് എഴുതിക്കൂട്ടി കണക്കുണ്ടാക്കി കഴുക്കോലൊക്കെ നിർമ്മിച്ച് ഈ നിർമ്മിച്ച കഴുക്കോല് വീടിന്റെ ചുമരുപണിയൊക്കെ പൂർത്തിയാക്കുമ്പോൾ അതിന്റെ മുകളിൽ ചെന്ന് അതിനെ കൂട്ട് സ്ഥാപിക്കും. കൂട്ട് സ്ഥാപിക്കുമ്പോഴോ കണക്ക് പിഴച്ചിട്ടില്ലെങ്കിൽ ശരിയായ രീതിയിൽ ആ വീടിന്റെ രൂപം വരികയും ചെയ്യും. അപ്പൊ ഈ കഴുക്കോൽ കണക്കും അതുപോലെ തന്നെ പടവിന്റെ കണക്കും അതുപോലെ തന്നെ സ്ഥാനവും മറ്റ് അളവുകളും ഇതെല്ലാം വിശമായ ഒരു വിജ്ഞാന മേഖലയുടെ പേരാണ് തച്ചുശാസ്ത്രം എന്നുള്ളത്. ഒരു പടവുകാരൻ അറിഞ്ഞിരിക്കേണ്ടുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ ഒരു ആശാരി അറിഞ്ഞിരിക്കേണ്ടുന്ന വിവരങ്ങൾ, അതിനും പുറമെ വീടിന് സ്ഥാനവും അതുപോലെ തന്നെ അളവും നിർണയിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാനക്കാരൻ അറിഞ്ഞിരിക്കേണ്ടുന്ന ഭാഗങ്ങൾ, ഈ എല്ലാ ഭാഗങ്ങളും കൂടി ചർച്ച ചെയ്യുന്ന ഒരു വിജ്ഞാനം, ഇതാണ് തച്ചുശാസ്ത്രം. വാസ്തുശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഈ കഴുക്കോൽ കണക്കുകളോ അതുപോലെ തന്നെ പടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാസ്തു ചർച്ച ചെയ്യും. വാസ്തുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സ്ഥാനങ്ങളും അതുപോലെ തന്നെ വീടിന്റെ ചുറ്റളവുകളും മാത്രമാണ്. വാസ്തു, ഭൂമി, വാസ്തുശാസ്ത്രം, ഭൂമിശാസ്ത്രം ഉദ്ദേശിക്കപ്പെടുന്നത് അതിന്റെ സ്ഥാനങ്ങളും അളവുകളുമാണ്. ഇതിനെ നമ്മൾ ഏത് രൂപത്തിൽ സമീപിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ വീടോ മറ്റ് കെട്ടിടങ്ങളോ പണിയുമ്പോൾ ഇത്തരം നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഇവിടെ നിന്ന് തുടങ്ങണം ചർച്ച. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നാട്ടിൽ വാസ്തുശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് 3 മേഖലകളാണ്. ഒന്ന് ചൈനീസ് വാസ്തുശാസ്ത്രവും, മറ്റൊന്ന് പാരമ്പര്യ വാസ്തുശാസ്ത്രവും, മറ്റൊന്ന് ഭാരതീയ വാസ്തുശാസ്ത്രവും. ഈ 3 വാസ്തുശാസ്ത്രങ്ങളെക്കുറിച്ചും അതിലേറ്റവും പ്രഗത്ഭരായ ആളുകളെ സമീപിച്ചുകൊണ്ട് തരക്കേടില്ലാത്ത രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു അഹങ്കാരത്തിന്റെ രൂപത്തിൽ ആരും ഇത് മനസ്സിലാക്കരുത്. ചില വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിന്റെ ഒരു ആമുഖം എന്ന നിലയ്ക്ക് മാത്രം സൂചിപ്പിച്ചതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ജനങ്ങളെ, പ്രത്യേകിച്ച് വിശ്വാസികളെ, മുസ്ലിം സഹോദരന്മാരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ വാസ്തു, സ്ഥാനങ്ങളും അതുപോലെ തന്നെ കണക്കുകളും. മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന ഈ പഴമൊഴി തീർത്തും സത്യമാകുന്നൊരു മേഖലയാണ് വാസ്തുശാസ്ത്രം. അതോടൊപ്പം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ഭാഗം, ഒരു വീട് പണിയുടെ അനിവാര്യ ഘടകം, അനിവാര്യ ഭാഗം എന്ന നിലക്ക്, ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഷയം എന്ന നിലക്ക് ഒരു ആശാരിയെ വിളിക്കും. ഒരുപക്ഷെ ഈ വീടിന് പ്ലാൻ ഉണ്ടാക്കുന്നത് തന്നെ ആശാരിയായിരിക്കും.
അതല്ലെങ്കിൽ എഞ്ചിനീയർ ഉണ്ടാക്കിയ പ്ലാൻ ആരൊന്ന് എഡിറ്റ് ചെയ്യും. എവിടെയാണ് തീരുമാനിക്കുന്നത് ആശാരിയാണ്. ചില വീടുകൾ ആടുകൾ വെക്കണം എങ്ങനെയൊക്കെ വേണം എന്ന് തീരുമാനിക്കുന്നത് പോലും ആശാരിമാരാകും. എന്നാൽ ഈ വാസ്തു നിയമപ്രകാരം പ്രത്യേകിച്ച് സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ധാരാളം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, വാസ്തു നിയമപ്രകാരം ദാരിദ്ര്യം, കുടുംബകലഹം, പുത്രനാശം ഇങ്ങനെയുള്ള സ്ഥാനങ്ങളും കണക്കുകളും നമ്മുടെ നാട്ടിൽ നാം ക്ഷണിച്ചു കൊണ്ടുവരുന്ന, നാം 2000-ഉം 5000-ഉം കൈമടക്ക് കൊടുക്കുന്ന, കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഭക്ഷണം കൊടുത്ത് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി അവരുടെ വീട് വരെ ആക്കിക്കൊടുക്കുന്ന ഈ ആശാരിമാർ നമുക്ക് പറഞ്ഞു തന്ന്, നമുക്ക് കാണിച്ചു തന്ന്, നമ്മെ വിശ്വസിപ്പിച്ചതിന് ശേഷമായിരിക്കും അവർ നമ്മുടെ കാശും നമ്മുടെ ഭക്ഷണമൊക്കെ വാങ്ങിപ്പോകുന്നുണ്ടാവുക. വാസ്തു നിയമപ്രകാരം ഫലം ദാരിദ്ര്യം, കുടുംബകലഹം, പുത്രനാശം ഇതായിരിക്കും. ഇങ്ങനെ സംഭവിക്കുമോ ഇല്ലേ അത് മറ്റൊരു കാര്യം. ഒരിക്കലും നമ്മുടെ വീടുകൾക്ക്, നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇക്കാലത്ത് ഒറ്റ അമുസ്ലിങ്ങളെയും വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശങ്ങൾ ആരായുക, തേടുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്ഥാനം നോക്കാൻ വേണ്ടി, എങ്കിൽ ഉള്ള വീട് ശരിയാക്കാൻ വേണ്ടി പല ആളുകളും വന്നിട്ട് എന്നോട് പറയുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ വീടുകൾക്കൊക്കെ നിർമ്മാണങ്ങൾ തുടങ്ങുന്ന സമയത്ത് എന്നെ വന്ന് ക്ഷണിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ആശാരി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ശരിയില്ല, ആശാരി ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയും. കാരണം ധാരാളം അനുഭവങ്ങൾ മലയാളത്ത് വെച്ചുകൊണ്ട്, ഒരുപാട് കുടുംബക്കാരുടെ ഇടയിൽ വെച്ചുകൊണ്ട് ഞാനും ആശാരി തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരും. കാരണം ആശാരിക്കൊരു ധാരണ ഉണ്ടാകും, ഈ വരുന്ന ഉസ്താദ് ദ്വാരന്ന് കുറ്റിടിക്കുന്ന ഉസ്താദാണ്, ഈ ഉസ്താദിന് ഈ ശാസ്ത്രം അറിയില്ല എന്നുള്ള ധാരണ ആശാരിക്കുണ്ടാകും. ആശാരിയാണെങ്കിലോ മനസ്സിൽ വല്ലാതെ കാവി കയറിയ വ്യക്തിയുമായിരിക്കും. അപ്പൊ ഈ കിട്ടിയ ചാൻസ് വെച്ച് ഈ മാപ്പിളിൽ നിന്ന് ഒതുക്കാനുള്ള ഒരു അവസരമായിരിക്കും ആശാരി നോക്കി നടക്കുന്നുണ്ടാവുക. എത്രയോ സഹോദരന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു പ്രശ്നമില്ല, വീട്ടിൽ കയറിയ ഓളെനിക്ക് കണ്ടുകൂടാ, ഓളെന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരും. വീടുമൽക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ കൂടി വീടുമൽക്ക് വെക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയാകണമെന്നതാണ് 99% ആശാരിമാരും ഇന്ന് ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഞാൻ കോടങ്ങാട് മഹലാണ് ഞാൻ സേവനം ചെയ്യുന്നത്. അതിലെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാറുണ്ട്. അവിടെയൊക്കെ ധാരാളം ആശാരിമാരുണ്ട്. ആശാരിമാരുടെ ഇബത്ത് പറഞ്ഞാൽ പറച്ചിലിടുന്ന് കുറ്റുന്നുണ്ടാവില്ല ഈ വിഷയത്തിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള കണക്കുകളും സ്ഥാനങ്ങളുമാണ് ഒട്ടനവധി ആശാരിമാർ നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് നൽകുന്നത്. ഈ തിരിച്ചറിവാണ്, ഈ സത്യത്തെ ഉൾക്കൊള്ളലാണ് ആദ്യമായിക്കൊണ്ട് നാം ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾക്ക് ഈ ജാതി ആളുകളെ വിളിക്കരുത്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള നല്ല സയ്യിദന്മാരുണ്ടാവും. ആ സയ്യിദന്മാരെ വിളിച്ചുകൊണ്ട് ഈ കാര്യം നിർവഹിക്കുമ്പോൾ തീർച്ചയായും അല്ലാഹുവിൽ ബറക്കത്ത് ചെയ്യും. അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു തങ്ങളുപ്പാപ്പ വന്നുകൊണ്ട് ദുആ ചെയ്ത് നമ്മുടെ വീടിന്റെ ഒരു കുറ്റിയടിച്ചു തന്നാൽ തീർച്ചയായും അതിന് ബറക്കത്തുണ്ടാകും. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് പള്ളിയിൽ ഉസ്താദിനെ, നിസ്കാരം കലാ ആക്കാത്ത, ദീൻകാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ആലിമിനെ, ഒരു നല്ല മനുഷ്യനെ, ഒരു സാലിഹായ മനുഷ്യനെ തെരഞ്ഞ്
അയാളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ തീർച്ചയായും അതൊരു ബറക്കത്തുണ്ടാകും. ഈ സദസ്സ് വാസ്തു നിയമങ്ങളെക്കുറിച്ചോ മറ്റോ ഒരു പഠന ചർച്ച ഇവിടെ യോജിക്കുകയില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ടോ? ഈ വാസ്തുശാസ്ത്രം, അത് ഭാരതീയ വാസ്തുശാസ്ത്രമാണെങ്കിലും പാരമ്പര്യ വാസ്തുശാസ്ത്രമാണെങ്കിലും ചൈനീസ് വാസ്തുശാസ്ത്രമാണെങ്കിലും, അതോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ കുറെ ആശാരിമാരുണ്ട്. ഈ ആശാരിമാർക്ക് യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രം ആധികാരികമായി പഠിച്ച ഒരു വിവരം ഉണ്ടാവില്ല. കേരളത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ആരുടെ മുന്നിൽ ഞാൻ തെളിയിച്ചു കൊടുക്കും ചെയ്യും, കേരളത്തിൽ ഇന്നീ വിഷയം ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു ആശാരി ഉണ്ടെങ്കിൽ അത് കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരി ആശാരി മാത്രമേ ഉള്ളൂ. വേറൊരാൾക്കും ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അറിയൂല. പിന്നെ ആശാരിമാര് അവരെ ഒരു സഞ്ചി ഉണ്ടാവും, ആ സഞ്ചിയിൽ ഒരു ഉളി ഉണ്ടാവും, ഒരു വാളമുട്ടി ഉണ്ടാവും, പിന്നെ ഒരു മുളക്കോലുണ്ടാവും. അതും പിടിച്ച് പോലെ ആളായിട്ടുണ്ട് വരും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4 വർത്താനം പറയും. ഇത് കേൾക്കുമ്പോഴത്തേന് വിളിച്ചാചരിക്കുക ഭയങ്കര സംഭവമായി തോന്നും ചെയ്യും. ഈ ആശാരി അച്ഛന്റെ കൂടെ മുത്തച്ഛന്റെ കൂടെ കുറ്റടിക്കാൻ പോയപ്പോ നൂറൊടിച്ച് പിടിച്ചുകൊടുത്ത് അല്ലെങ്കിൽ അളക്കാൻ പറഞ്ഞപ്പോ അളന്നു കൊടുത്ത ആ ഒരു പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഈ വിഷയത്തിൽ ആധികാരികമായി ഒരു ധാരണ ഈ ആശാരിക്കുണ്ടാവില്ല. ഈ സ്ഥാനങ്ങൾ നോക്കേണ്ടതുണ്ടോ? ഇതാണ് ആദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസ്തുശാസ്ത്രം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഐശ്വര്യസമ്പൂർണമായ ജീവിതം. ഇതാണ് ഐശ്വര്യസമ്പൂർണമായ ജീവിതം. ഇതാണ് വാസ്തുശാസ്ത്രം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഐശ്വര്യസമ്പൂർണമായ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വാസ്തുശാസ്ത്രം കൊണ്ട് എങ്ങനെ സാധിക്കും? നമുക്കറിയാമല്ലോ, എല്ലാതും എല്ലാത്തിനും പറ്റൂല. അതൊരു വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ നടപ്പാക്കിയ ഒരു രീതിയാണത്. എല്ലാതും എല്ലാത്തിനും പറ്റില്ല. മരങ്ങളുടെ കൂട്ടത്തിൽ തേക്ക് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പൊടിണ്ണി പോലുള്ള മരങ്ങളെ കൊണ്ട് പറ്റൂലല്ലോ. എന്നാൽ പൊടിണ്ണി കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും, അതിന് തേക്കും പറ്റൂലല്ലോ. തെങ്ങിനെ കൊണ്ടൊരു ഗുണം, കവുങ്ങിനെ കൊണ്ട് വേറൊരു ഗുണം, റബ്ബറിനെ കൊണ്ട് ഓരോ ഗുണം. ഓരോന്നിന്റെയും ഉപകാരങ്ങൾ വ്യത്യസ്തമാണ്. കൃഷിന്റെയും കാര്യങ്ങൾ തന്നെയല്ലേ. റബ്ബറിന് പറ്റിയ മണ്ണ്, വാഴകൃഷിക്ക് മണ്ണ്, നെൽകൃഷിക്ക് പറ്റിയ മണ്ണ് ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ. അറബ് രാജ്യത്തൊക്കെ ഈത്തപ്പഴം ഉണ്ടാവും, നമ്മുടെ രാജ്യത്ത് ഈത്തപ്പഴം ഉണ്ടാവണില്ല. നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന ചില കൃഷികൾ ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകളിൽ ഒരു വൈവിധ്യം സംവിധാനിച്ചിട്ടുണ്ട്. എന്താണ് ആ വൈവിധ്യത്തിന്റെ ചുരുക്കം? എല്ലാതും എല്ലാത്തിനും പറ്റില്ല. ഈ തത്വത്തിൽ നിന്നാണ് വാസ്തുശാസ്ത്രം ഉടലെടുക്കുന്നത്. എല്ലാ ഭൂമിയും മനുഷ്യവാസത്തിന് ഒരുപോലെയല്ല. എന്താ പ്രശ്നം? പിശാചിന്റെ സാന്നിധ്യം. പിശാചിന്റെ സാന്നിധ്യമുള്ള ഭൂമികളിൽ വീടെടുക്കുമ്പോ എന്നല്ല, മറ്റ് മനുഷ്യന്റെ ഏത് ഉപയോഗങ്ങൾക്കാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ വീടെടുക്കാം. അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് വീടെടുക്കാം. പക്ഷെ ആ തവക്കുൽ അവസാനം വരെ നിലനിൽക്കണമെന്ന് മാത്രം. 4 ദിവസം ആശുപത്രിയിലേക്ക് നടന്ന് 2 ഡോക്ടർമാര് ചെക്ക് ചെയ്ത് ഒന്നും കാണുന്നില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ വേറെ കൊണ്ടുപോയിക്കോളും എന്ന് പറയുമ്പോഴേക്കാരം ആദ്യത്തിലുണ്ടായ തവക്കുലൊക്കെ പൊളിയുണ്ടാവുക. അപ്പൊ ആ നിലക്ക് ഇത് ശ്രദ്ധിച്ചാൽ നല്ലത്. ശ്രദ്ധിക്കൽ വാജിബാണ് എന്നൊന്നും നമുക്ക് അവിടെ ഇല്ല. ശ്രദ്ധിച്ചാൽ നല്ലത്. പക്ഷെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ് കൊടുത്ത് അപകടം വരുത്തി വെക്കുന്ന രീതി ഒഴിവാക്കണം. ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന, നമ്മെ പറ്റിക്കൂല, വഞ്ചിക്കൂല എന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകളെ കൊണ്ട് മാത്രം ചെയ്യിക്കുക. വാസ്തുശാസ്ത്രവും പരിശുദ്ധ ദീനും തമ്മിലുള്ള ബന്ധമെന്താ?
വിശാലമായിക്കൊണ്ട് സംസാരിക്കാൻ പറ്റിയ അവസരമല്ല ഇത്. വാസ്തുശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്നത് യജുർവേദത്തിലാണ്. അതുപോലെ തന്നെ അഥർവവേദത്തിന്റെ ഉപവേദമാകുന്ന സ്ഥാപത്യവേദത്തിലുമാണ്. ഈ രണ്ട് വേദങ്ങളിലാണ് വാസ്തുശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്നത്. വാസ്തു നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ രണ്ട് വേദങ്ങളിലാണ്. ഈ രണ്ട് വേദങ്ങളല്ലാതെ വാസ്തു നിയമങ്ങളെക്കുറിച്ച് ആധികാരികമായി ഒരു ഗ്രന്ഥത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ ദീനും വാസ്തുവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായല്ലോ. ഈ രണ്ട് വേദങ്ങളിലല്ലാതെ വാസ്തു നിയമങ്ങൾ ഒറ്റ ഗ്രന്ഥത്തിലും ചർച്ച ചെയ്തിട്ടില്ല. യജുർവേദത്തിലും അഥർവവേദത്തിന്റെ ഉപവേദത്തിലും. എങ്കിലത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നമുക്ക് സ്വീകരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. സ്വീകരിക്കാവുന്ന ഭാഗങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. സ്വീകരിക്കാവുന്ന ഭാഗങ്ങൾ മാത്രം. ഈ മൂന്ന്, ഭാരതീയ വാസ്തുശാസ്ത്രം, ചൈനീസ് വാസ്തുശാസ്ത്രം, പാരമ്പര്യ വാസ്തുശാസ്ത്രം, വാസ്തുശാസ്ത്രം ഈ മൂന്നേ ഉള്ളൂ. ഇസ്ലാമിക് വാസ്തു എന്ന പേരിൽ ഒരു വാസ്തു എന്റെ ശ്രദ്ധയിലോ എന്റെ പഠനത്തിലോ കടന്നു വന്നിട്ടില്ല. അങ്ങനൊരു സാധനമില്ല. ഇസ്ലാമിക് വാസ്തു, ഇസ്ലാമിക് ദശമൂലാരിഷ്ടം അങ്ങനൊന്നുണ്ടോ? ഇല്ലല്ലോ. ദശമൂലാരിഷ്ടം എന്നപോലെ ഇസ്ലാമിക് വാസ്തു എന്ന പേരിൽ ഒരു വാസ്തു ഇല്ല. വാസ്തു ചർച്ച, ഈ മൂന്ന് വാസ്തുശാസ്ത്രങ്ങൾ, ഈ മൂന്ന് വാസ്തുവും ചർച്ച ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞ ഈ രണ്ട് വേദങ്ങളിലും. ഈ വാസ്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ഭൂമിദേവനെ പ്രീതിപ്പെടുത്തുക. യഥാർത്ഥത്തിൽ ഒരു മുത്താശാരിയെ വീടിന്റെ സ്ഥാനം നോക്കാൻ വേണ്ടി, കിണറിന്റെ സ്ഥാനം നോക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒരു വിവരമുള്ള ആശാനാണെങ്കിൽ അദ്ദേഹം ആദ്യം തന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഭൂമിയെ പൂജിച്ചതിന് ശേഷമായിരിക്കും, വാസ്തുപൂജ നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം. മലപ്പുറം മേൽമുറിയിൽ കുറ്റടിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോ ആ സ്ഥലത്ത് ആശാരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ലംഘിച്ചിട്ട് ആ വീട്ടിൽ ആശാരി വിളിച്ചിരുന്നു. ആശാരി വന്ന് ഒരു വാൻഡലൊക്കെ നിർത്തിച്ച്, ഒരു ഓടിന്റെ കിണ്ടിയുണ്ട്, കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് പിന്നെ ഈ നെല്ല്, അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ, അതൊക്കെ അവിടെ എടുത്തുവെച്ചു. മൂപ്പരവിടെ നല്ല ചന്ദനപ്പയിട്ട് അവിടെ ഇരുന്നു. ഞാൻ ചോദിച്ചു, വീട്ടുകാരോട് ഇതെന്താ പരിപാടിയും ചോദിച്ചു. അല്ല, അത് മൂപ്പരെന്താ ചെയ്തോട്ടെ എന്നും പറഞ്ഞു. ഞാൻ ആശാരിയോട് ഇതെന്താ പരിപാടി വെച്ചു. അത് കർമ്മം ചെയ്യാൻ അറിഞ്ഞു. അത് നമുക്ക് ആദ്യം ഈ കർമ്മം ചെയ്യാം, എന്നിട്ട് ബാക്കി കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തോളിയും പറഞ്ഞു. ചുരുക്കത്തിൽ ഞാൻ തട്ടി മാറ്റിയിട്ട്, അതായത് ആശാരി, ഇതിനെക്കുറിച്ച് അറിയുന്ന ആശാരിമാരാണെങ്കിൽ ഒന്നുകിൽ അവരുടെ വീട്ടിൽ വെച്ചുകൊണ്ട് വാസ്തുപൂജ നടത്തിയതിനു ശേഷം, അതല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് വാസ്തുപൂജ നടത്തിയതിനു ശേഷമായിരിക്കും അവർ കുറ്റിടിക്കുന്നുണ്ടാവുക. അപ്പോ ഭൂമിദേവനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് വാസ്തുവിന്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വാസ്തുവും നമുക്ക് സ്വീകാര്യമല്ല. പിന്നെ വാസ്തുവിൽ നിന്ന് ഏത് ഭാഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിനോ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾക്കോ ഒട്ടും എതിരല്ലാത്ത, അതോടൊപ്പം പിശാചിന്റെ ശർറിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനുള്ള, നമുക്ക് രക്ഷപ്പെടാനുള്ള ചില വഴികൾ വാസ്തുവിൽ പറയുന്നു. ആ ഭാഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടി? പിശാചിന്റെ ബുദ്ധിമുട്ട് നമുക്കില്ലാതിരിക്കാൻ വേണ്ടി. ഭൂമിയിൽ ഇന്ന ഭാഗത്ത് പിശാചിന്റെ സാന്നിധ്യമുണ്ടാകും, പിശാചിന്റെ പ്രയാസങ്ങളുണ്ടാകും എന്ന് വാസ്തു പറയും. ആ വാസ്തു നിയമപ്രകാരം ഏത് ഭാഗത്താണ് പിശാചിന്റെ പ്രയാസമുണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നിട്ടോ
ആ പിശാചിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പിശാചിന്റെ പ്രയാസങ്ങൾ അവസാനിപ്പിക്കലല്ല, പിശാചിനെ ആ സ്ഥലത്ത് നിന്നും ആട്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ ആ സ്ഥലത്ത് വീട് വെക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ പിശാചിനെ ആട്ടി ഓടിക്കൽ? പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളും ദിക്റുകളും നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ പിശാചിനെ ആട്ടി ഓടിക്കാൻ നമുക്ക് എന്താ പ്രയാസമുള്ളത്? അപ്പോൾ ഒരു ഭൂമിയിൽ, ഒരു വീട്ടിൽ പിശാചിന്റെ സാന്നിധ്യം എവിടെയുണ്ടാകും എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ വാസ്തു ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ, മഹാന്മാരായ സാദാത്യങ്ങൾ, അവരൊരു സ്ഥലത്തേക്കാണ് ചെല്ലുമ്പോൾ തന്നെ ഇന്ന സ്ഥലത്ത് പിശാചിന്റെ ഷർറുണ്ട്, ഇന്ന വീട്ടിൽ പിശാചിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതവർ വാസ്തു പഠിച്ചിട്ടൊന്നല്ല, അള്ളാഹു അവർക്ക് കൊടുത്ത പരിശുദ്ധമായ ഒരു മഹത്വമാണ്. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു മുഅ്മിന്റെ നോട്ടത്തെ നിങ്ങൾ മനസ്സിലാക്കണേ. കാരണം മുഅ്മിനായ മനുഷ്യൻ നോക്കുന്നത് അള്ളാഹുവിന്റെ നൂറ് കൊണ്ടാണ്. മഹാന്മാരായ ആലിമീങ്ങളും സാദാത്യങ്ങളൊക്കെ ചില ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഇന്ന് സുബീസ് കഴിച്ചിട്ടില്ലല്ലോ, അല്ലെ ഇന്നാലിനെ കുർത്തകേട് കാട്ടിയിട്ടില്ലേ, അല്ലെ ഇപ്പൊ ഗൾഫിക്ക് പോണ്ട, അല്ലെ ഇപ്പൊ ആ കച്ചവടം ഇപ്പൊ ചെയ്യണ്ട എന്നൊക്കെ പറയും. അതെങ്ങനെ അവർക്ക് പറയാൻ സാധിക്കുന്നത്? ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക കഴിവാണത്. അങ്ങനെയുള്ള മഹാന്മാരായ ആലിമീങ്ങളുടെ, തങ്ങന്മാരുടെ, അവരെ സമീപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഈ കാര്യം ചെയ്യിക്കുമ്പോൾ അവരൊരു പക്ഷേ വാസ്തു നിയമങ്ങളൊന്നും മനസ്സിലാക്കണമെന്നില്ല. അവർ സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ വെക്കേണ്ട കുട്ടിയെ വീടിന് ഇവിടെ കുറ്റിയടിച്ചോ, അതെന്താ തങ്ങൾപ്പ അങ്ങനെ പറയാൻ? അത് അവിടെ മതി. അത് അവിടെ എന്തോ പ്രയാസം ഈ തങ്ങൾപ്പാപ്പ കാണുന്നുണ്ട്, ഈ ആലിമ് കാണുന്നുണ്ട്. ഇത് വാസ്തു കൊണ്ട് മനസ്സിലാക്കുന്നതല്ല, ഇത് ഇൽഹാമിലൂടെ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മളും വാസ്തുവും തമ്മിലുള്ള ബന്ധം, വാസ്തുവിനെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇങ്ങനെ ഈ വാസ്തു നിയമങ്ങളെ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് സ്ഥാനം, മറ്റൊന്ന് സൂത്രഭേദമുണ്ടാവാതിരിക്കുക, മറ്റൊന്ന് അളവും. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും വാസ്തുവിൽ നാം പരിഗണിക്കേണ്ടത്. ചില ഭൂമികൾ ധാരാളം പിശാചിന്റെ സാന്നിധ്യമുള്ള ഭൂമികൾ ഉണ്ടാവും. ചില ഭൂമികളാവട്ടെ, ചില ഭാഗങ്ങളാവട്ടെ പിശാചിന്റെ യാതൊരു പ്രയാസവുമില്ലാത്ത ഭാഗങ്ങളായിരിക്കും. ഇത്തരം ഏരിയകളൊക്കെ വാസ്തു എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ഭാഗങ്ങളൊന്നും യാതൊരു പ്രയാസമില്ലാത്ത ഭാഗങ്ങളായിരിക്കും. അവിടെ ഒന്നും നിയമങ്ങളൊന്നും നോക്കേണ്ടതില്ല, ഇഷ്ടം പോലെ വീട് നിൽക്കാം, ഒരു പ്രയാസമില്ല, ഇൻഷാ അല്ലാഹ് ഉണ്ടാവൂല. പരിശുദ്ധ ഖുർആൻ ഓതുന്ന വീട്ടിൽ എന്ത് പ്രയാസം ഉണ്ടാവാനാണ്? അൽ ബഖറ സൂറത്ത് നിത്യമായിക്കൊണ്ട് ഓതുന്ന വീടാണ്. പരിശുദ്ധ ഖുർആൻ നിത്യമായിക്കൊണ്ട് അല്പമെങ്കിലും ഓതുന്ന വീടാണെങ്കിൽ എന്ത് പിശാച് അവിടെ കടന്നു വരിക? ഒരു പിശാചും വരില്ല. എന്റെ അനുഭവത്തിൽ തന്നെ ധാരാളമുണ്ട്. എത്രയോ പ്രശ്നങ്ങളുള്ള, പ്രയാസങ്ങളുള്ള വീടുകൾ, എത്രയോ പ്രയാസങ്ങളുള്ള വീടുകൾ. ആ പ്രയാസങ്ങളുള്ള വീടുകളിൽ ഈ വാസ്തു നിയമങ്ങൾ ശരിയാക്കുമ്പോൾ ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോയതായും ചില വീടുകൾ ഉണ്ടാക്കും. രാത്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗ്രില്ല് പിടിച്ച് ഇങ്ങനെ ഒച്ചുണ്ടാക്കും, ഗ്രില്ല് ഇങ്ങനെ ഇളവും, ആ സൗണ്ട് ഇങ്ങനെ കേൾക്കും. അല്ലെങ്കിൽ വാതിൽ മൂന്ന് ഇങ്ങനെ മുട്ടും, അല്ലെങ്കിൽ വാർപ്പിന്റെ മുകൾക്ക് കല്ല് എടുത്തിരുന്ന ആ സൗണ്ട് ഇങ്ങനെ കേൾക്കും. നോക്കുമ്പോൾ ആരെയും കാണൂല. ഇവിടെ ഈ നിയമങ്ങൾ എന്തെങ്കിലും ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങൾ ശരിയാക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ തീരുന്നു. ഇങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളാവട്ടെ എത്ര നിയമം നോക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ നിയമങ്ങൾ പരിഗണിക്കാനുണ്ട്, ആ നിയമങ്ങളൊക്കെ പരിപൂർണമായി പരിഗണിച്ച് പാലിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട വീടുകളാണെങ്കിലും ഇവരുടെ പ്രയാസങ്ങൾ തീരുന്നില്ല. അങ്ങനത്തെ വീടുകളുണ്ട്. ഒരു നിയമം ഒന്നും നോക്കിയിട്ടില്ല, എന്നും അൽഹംദുലില്ലാഹ് അവർക്ക് അഭിവൃദ്ധി തന്നെ, ഐശ്വര്യം തന്നെ, ഒരു പ്രയാസം.
തൊട്ടതെല്ലാം പൊന്നാക്കുന്ന രീതി ഇങ്ങനെയുണ്ട്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഏതായിരുന്നാലും ലക്ഷങ്ങൾ മുടക്കൊണ്ട് നമ്മൾ വീട് വെക്കുക. ഒരു റാഹത്തുള്ള ജീവിതമാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ പ്രയാസങ്ങൾ തുടരെ വരുമ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ആദർശം തവക്കുലൊക്കെ ചിലപ്പോൾ പൊളിയാൻ സാധ്യതയുണ്ട്. അപ്പൊ തുടക്കത്തിൽ ആ ടെൻഷൻ വേണ്ടല്ലോ, ആ നിയമങ്ങളൊന്നും നോക്കാം. നോക്കുമ്പോ തന്നെ ഞാൻ സൂചിപ്പിച്ച രീതിയിലാവുകയും ചെയ്യും. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിക്കൊണ്ട് സ്ഥാനങ്ങളാണ്. വീട് വെക്കാൻ ചില ആളുകൾ പറയും, പണ്ടൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് വീട് വെച്ചിരുന്നത്, ഇപ്പൊ 5 സെന്റിലും 4 സെന്റിലൊക്കെ വീട് വെക്കുക. അപ്പൊ അതിലെങ്ങനെ ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ നോക്കുക? പണ്ടൊക്കെ ആക്കെ നടന്നിരുന്നു, ഇപ്പൊ ആകെ 4 സെന്റിലും 5 സെന്റിലൊക്കെ അല്ലേ വീട് വെക്കുന്നത്, ഇപ്പൊ ഒന്നും നോക്കാൻ സാധിക്കൂല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മുൻധാരണയോടുകൂടി മുൻവിധിയോടുകൂടി ഒന്നിനും സമീപിക്കരുത്. യഥാർത്ഥത്തിൽ വാസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ കാരണം. 2 സെന്റിൽ വീട് വെക്കുകയാണെങ്കിലും 2 ഏക്കറിൽ വീട് വെക്കുകയാണെങ്കിലും വാസ്തു നിയമങ്ങളെ പാലിക്കാനും ആ രൂപത്തിൽ വീടെടുക്കാനും സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വീടെടുക്കാൻ സാധിക്കും, ഒരു പ്രശ്നമില്ല. ഒന്നാമതായിക്കൊണ്ട് പരിഗണിക്കേണ്ടത് സ്ഥാനങ്ങളാണ്. നമ്മൾ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ പറമ്പിന്റെ രീതി, ആ പറമ്പിന്റെ സ്വഭാവം. വടക്ക് ഭാഗം ഉയരവും തെക്ക് ഭാഗം, ഇത് പറയുമ്പോ തന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ എന്റെ വീട് എന്റെ സ്ഥലം അങ്ങനെ ചിന്തിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ആളും അങ്ങനെ ടെൻഷനാവരുത്. ഇത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് മാത്രം. നമ്മൾ നല്ലോണം ദുആ ചെയ്യാം. ആയത്തിൽ കുറിച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഇഷ്ടംപോലെ സലാത്തില്ല, നല്ല ദ്വാരക്കും ചെയ്യാം, ഒരു പ്രയാസം ഉണ്ടാവില്ല. പഠിച്ച നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തരട്ടെ. വടക്ക് ഭാഗം ഉയരവും തെക്ക് ഭാഗം താഴ്ചയും, അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് വാസ്തുനിയമപ്രകാരം പറയാം അന്ധകവീതി എന്ന് പറയും. അത്തരം സ്ഥലങ്ങളാകുമ്പോ ദുർമൃതിയാണ് അത്തരം സ്ഥലങ്ങളുടെ ഫലം. അത്തരം സ്ഥലങ്ങളിൽ വീട് വെക്കാൻ നല്ലതല്ല, എന്നല്ല, പാടില്ല. ദുർമരണങ്ങൾ സംഭവിക്കും. എന്തെങ്കിലും അത്യാഹിതങ്ങളിലുള്ള ഭരണങ്ങൾ, ഏതോ ചില ദുർബല നിമിഷങ്ങളിൽ എന്തോ തോന്നി ആത്മഹത്യ നടക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട് വടക്കുയർന്ന് താഴ്ന്ന ഭൂമിയാണെങ്കിൽ. അങ്ങനത്തെ സ്ഥലമേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യുക? സ്ഥലം ക്ലിയറാക്കുക. നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം ഒരു ബൗണ്ടറിക്ക് തിരിക്കുക. മറ്റേ ഭാഗം അവിടെ കടന്നോട്ടെ. ചില ഉസ്താദന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു മതിലൻ കെട്ടിക്കാളി, എന്നിട്ട് അതന്ന് വേറാക്കിയിട്ടാളി. അപ്പൊ വീട് നിൽക്കണ ആ ഭാഗം, വീട് നിൽക്കണ ആ ഏരിയ വടക്കും തെക്കൊക്കെ ഒരേപോലെ. വടക്കുയർന്ന് തെക്ക് താഴ്ന്ന ഭൂമിയാണെങ്കിൽ നല്ല ഭൂമിയല്ല. ദുർമരണങ്ങളാണ് വാസ്തു നിയമപ്രകാരം അതിന്റെ ഫലം. നേരെ തിരിച്ച് വടക്ക് താഴ്ന്ന് തെക്കുയർന്ന ഭൂമിയാണെങ്കിൽ ഗജവീതി എന്ന് പറയും. അത് ഉത്തമ ഭൂമിയാണ്, നല്ല ഭൂമിയാണ്, ലക്ഷണമൊത്ത ഭൂമിയാണ്. അതുപോലെ പടിഞ്ഞാറുയർന്ന് കിഴക്ക് താഴ്ന്ന ഭൂമി, ഐശ്വര്യപൂർണമായ ജീവിതമാണ് ആ ഭൂമിയുടെ ഫലം. പടിഞ്ഞാറുയർന്ന് തെക്ക് താഴ്ന്ന ഭൂമി. കുറച്ച് മണ്ണ് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ടിട്ട് ഉയർത്തിയാലും വേണ്ടില്ല, അങ്ങനെ തിരക്കിടുണ്ടാവില്ല അല്ലെ. നേരെ തിരിച്ചാവുമ്പോഴോ പടിഞ്ഞാറ് താഴ്ന്ന് കിഴക്ക് ഉയരമുള്ള ഭൂമി, ആ ഭൂമിയെക്കുറിച്ച് ജലവി എന്ന് പറയും. പുത്രനാശം, ഭാര്യാനാശം, ദാരിദ്ര്യം, ഇതൊക്കെയാണ് ഇതിന്റെ ഫലം. പക്ഷെ ആദ്യത്തെ 10 വർഷങ്ങൾ ഐശ്വര്യസമ്പൂർണമായ ജീവിതമായിരിക്കും. പടിഞ്ഞാറ് താഴ്ന്ന് കിഴക്ക് ഉയരമുള്ള ഭൂമി, ആ ഭൂമിയുടെ പേര് ജലവീതി.
വാസ്തുനിയമപ്രകാരം അതിന്റെ ഫലം പുത്രനാശം. പുത്രനാശം പറഞ്ഞാൽ മക്കളൊക്കെ മരിക്കുന്നല്ല, മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. അത് ചിലപ്പോൾ മരിക്കലായിരിക്കാം, അല്ലെങ്കിൽ മരിച്ചു കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്ന അവസ്ഥയായിരിക്കാം. ദാരിദ്ര്യം, ഭാര്യാനാശം. അതുകൊണ്ട് വീട് വെക്കാൻ തെരഞ്ഞെടുക്കുന്ന ഭൂമി ഈ ലക്ഷണങ്ങൾ ഒത്ത ഭൂമിയായിരിക്കണമെന്ന് വാസ്തു നിർദ്ദേശിക്കുന്നു. പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള ഭൂമിയേ ഉള്ളൂ, ടെൻഷനാവേണ്ടതില്ല. നാട്ടിൽ ഇഷ്ടംപോലെ JCB ഉണ്ട്, വിളിക്കുക, മാന്തിക്കുക, എന്നിട്ട് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഈ പറഞ്ഞ ലക്ഷണം ഒത്തിരി ഭൂമിയാക്കി മാറ്റുക. മറ്റു ഭാഗങ്ങളെ ഒരു കെട്ട് കെട്ടിയിട്ട് വേറാക്കി നിർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു ഭാഗം, വീട് വെക്കുന്ന സ്ഥലം അത് എത്ര സെന്റ് സ്ഥലമാണെങ്കിലും, വലുതായാലും ചെറുതായാലും, അതിനെ സമമായ 4 ഭാഗങ്ങളാക്കണം. അപ്പൊ ഈ പറഞ്ഞ ഹാളിനെ തന്നെ 4 ഭാഗങ്ങളാക്കാം. ഒരു നേർരേഖ, കിഴക്ക് പടിഞ്ഞാറ്. ഇവിടെ പടിഞ്ഞാറ് ഇതല്ലേ? നമ്മുടെ നാട്ടിലെ പടിഞ്ഞാറ് തന്നെയാണ് അല്ലേ? നാട്ടിൽ നമ്മുടെ ധാരണ ഉണ്ടാവുമല്ലോ, അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ 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 ഒരു ഇനി അതിന് വലിയ തർക്കിക്കണ്ട, നമുക്കൊരു ഒരു ഊഹം ഉണ്ടാവുക. ഒരു നേർരേഖ, കിഴക്ക് പടിഞ്ഞാറ്, തെക്ക് വടക്കും. ഇപ്പൊ 4 ഭാഗങ്ങളായി. ഇതിൽ കിഴക്ക് വടക്ക് ഭാഗം, കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് ഭാഗത്തെക്കുറിച്ച് മനുഷ്യഗന്ധം എന്ന് പറയും. അതാണ് വീട് വെക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം, 1ാം സ്ഥാനം. സ്ഥലത്തിന്റെ വടക്ക് കിഴക്ക്. ആകെ ചെറിയ ഭൂമി, അതിനെ 4ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു റൂം മാത്രം ചെയ്താൽ പോരല്ലോ. അപ്പൊ ഈ കിഴക്ക് വടക്ക് ഭാഗത്ത് വീട് പരിപൂർണമായി കൊള്ളൂലല്ലോ. അതൊന്നും പ്രശ്നമില്ല. വീടിന്റെ അധിക ഭാഗവും അവിടെ വരണം. വീടിന്റെ അധിക ഭാഗവും, വീട് കംപ്ലീറ്റ് അവിടെ വരണമെന്നല്ല. മറ്റു 3 ഭാഗങ്ങളിൽ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വീടിന്റെ ഭാഗങ്ങൾ വരേണ്ടത് കിഴക്ക് വടക്ക് ഭാഗം. അതാണ് വീടിനുള്ള 1ാം സ്ഥാനം. അതിന് നേരെ എതിർഭാഗം, അഥവാ പടിഞ്ഞാറ് തെക്ക്. ഇത് കിഴക്ക് വടക്കാണല്ലോ പറഞ്ഞത്. നേരെ എതിർഭാഗം പടിഞ്ഞാറ് തെക്ക്. പടിഞ്ഞാറ് തെക്ക് ഭാഗം, അതിനെക്കുറിച്ച് ദേവഖണ്ഡം എന്ന് പറയും, നിരൂപിക്കോൺ എന്നൊക്കെ പറയും. അതാണ് വീട് വെക്കാനുള്ള 2ാമത്തെ സ്ഥാനം. ആദ്യം പറഞ്ഞ സ്ഥാനത്തിൽ വീട് വെക്കുമ്പോൾ ഐശ്വര്യ, സന്താന അഭിവൃദ്ധി, ഇതാണ് ഇതിന്റെ ഫലം. 2ാമത്തെ സ്ഥാനത്ത് വീട് വെക്കുമ്പോൾ വാസ്തു നിയമപ്രകാരം പറയും സകല അഭീഷ്ടങ്ങളും സാധിക്കും. സകല അഭീഷ്ടങ്ങളും സാധിക്കും പറഞ്ഞാൽ എല്ലാം മുറാദും ഹാസിലായി കിട്ടുന്നർത്ഥം. എന്നാൽ ബാക്കി 2 ഭാഗങ്ങളുണ്ട്. തെക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്. യമഖണ്ഡം എന്നോ അല്ലെങ്കിൽ അഗ്നികോണെന്നോ, അവിടെ വീട് മരണപ്രദം എന്നാണ് വാസ്തു പറയുക. മരണപ്രദം എന്നാൽ എല്ലാവരും മരിച്ചു പോകുന്നല്ല, മരണതുല്യ ജീവിതമായിരിക്കും. എന്നും സോക്കടും, എന്നും തല്ലും വെക്കാനും കലഹങ്ങളും, ഒരു സുഖമില്ല, ഒരു സ്വൈര്യമില്ലാത്ത ജീവിതം. അല്ലാഹു അലം. മറ്റൊരു ഭാഗം, ഏത് ഭാഗം ബാക്കിയുള്ളത്? വടക്ക് പടിഞ്ഞാറ് ഭാഗം, അസുരഖണ്ഡം. അസുരഖണ്ഡം ആ പേര് പോലെ തന്നെ അവിടെ വീട് വെച്ച് താമസിക്കുമ്പോൾ നിന്ദ്യം, അതാണ് ഫലം.
അയൽക്കാരൊന്നും ശരിയല്ല, കുടുംബക്കാരൊക്കെ തെറ്റില്, വീട്ടിൽ ഇയാൾ പറഞ്ഞാൽ മറ്റാൾക്ക് കേട്ടുകൂടാ, അയാൾ പറഞ്ഞ് ഇയാൾക്ക് കേട്ടുകൂടാ, എന്നും പ്രശ്നം, എല്ലാവർക്കും ടെൻഷൻ. ഇതാണ് വീടിന്റെ 4 സ്ഥാനങ്ങൾ. രണ്ടാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് സൂത്രഭേദമുണ്ടാവരുത്. സൂത്രഭേദം അല്ല, ഉദവി നിർത്താനായിക്കണോ? സൂത്രഭേദമുണ്ടാവരുത്. ചില വീടുകൾക്ക് ഇന്ന ആശേരി വന്ന് ഈ ചുമരുമെടുത്തുള്ള, ആ ചുമരുമെടുത്തുള്ള, മറ്റേ ചുമരുമെടുത്തുള്ള. ഇപ്പൊ വീട്ടിലാകെ കയറിയൊക്കെ ചില വീട്ടിൽ ഞാൻ പോകുമ്പോൾ തന്നെ ഇപ്പൊ ചില വീടുകൾക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിന്റെ ഉള്ളിൽ കയറി വെക്കുമ്പോൾ തന്നെ ആ വീട്ടിനൊന്ന് മനസ്സിലാക്കാം. കാരണം ഇതൊന്ന് നല്ല വൃത്തിയുള്ള ചുമരായിരിക്കും, നല്ല വൃത്തിയുള്ള ചുമര്, കാണാൻ ഭംഗിയുള്ള വീട്. ഇവിടെ ഓട്ട, അവിടെ ഓട്ട, ഇവിടെ ഓട്ട. എന്നിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാം, ആൾക്കാർ വരുമ്പോ ബോറാവുന്നുള്ള നിലക്ക് എന്ത് കാണുമ്പോൾ ബോറാവുന്ന നിലക്ക് ഈ നിലക്ക് എന്തെങ്കിലും തൂക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് സ്പോക്കൺ ഇംഗ്ലീഷ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇത് ഈ വാസ്തു. 40 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ സംസാരിക്കുന്നൊക്കെ പറയുമ്പോൾ ഈ പാവം കുട്ടികൾ അതിൽ കാശടച്ച് ചിലരുണ്ടാവും, പിന്നെ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഫീസ് തിരിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്ന പോലെ തന്നെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ പറ്റിക്കണ ഒരു വിഷയം. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഉള്ള ചുമരണ്ട് വൃത്തിയിടായി എന്നല്ലാണ്ട് ഒരു വാസ്തു നിയമപ്രകാരം ഓട്ടോണ്ടൊന്നും ഒരു പരിഹാരമില്ല. ഇല്ല, ഒരു പരിഹാരമില്ല. എന്താണ് ഈ സൂത്രഭേദം? 4 സൂത്രങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. തെക്ക് വടക്ക് നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തെ തെക്ക് വടക്ക് ഒരു നേർരേഖ സംഘടിപ്പിക്കുക. ആ നേർരേഖ യമസൂത്രം എന്ന് പറയും. അതേപോലെ തന്നെ വീടിന്റെ തെക്ക് വടക്കും ഒരു സൂത്രം സംഘടിപ്പിക്കുക, ഒരു നേർരേഖ. അതിന്റെ പേരും യമസൂത്രം എന്ന് തന്നെ. തെക്ക് വടക്കുള്ള ഈ യമസൂത്രം, ഈ സൂത്രഭേദം ഉണ്ടാകുക എന്നുള്ളത് വാസ്തു നിയമപ്രകാരം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ സൂത്രഭേദം ഉണ്ടാവൽ? വീടിന്റെ തെക്ക് വടക്ക് സങ്കല്പിക്കുന്ന ഈ നേർരേഖ വീടിന്റെ തെക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ഉള്ള കുളം, കിണറ്, കുളിപ്പുര, ടോയ്ലറ്റ്, വിറകുപുര, ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനം അതിന്റെ നേരെ സെന്ററിലൂടെ കടന്നു പോകുന്നെങ്കിൽ സൂത്രഭേദം സംഭവിച്ചു എന്ന് പറയും. ഈ ബിൽഡിങ്ങിന്റെ നേരെ സെന്ററിൽ ഇത് വടക്കും തെക്കുമായിട്ട് സങ്കല്പിച്ചാൽ ഇത് നേരെ സെന്ററിൽ കൂടെ അങ്ങനെ ഒരു രേഖ. നമ്മൾ ഉപയോഗിക്കുന്ന കിണറോ നേരെ അപ്പുറത്ത്, ആ കിണറിന്റെ നേരെ സെന്ററിൽ കൂടെയാണ് ഈ സങ്കല്പിച്ച ഈ രേഖ കടന്നു പോകുന്നത് എങ്കിൽ അവിടെ സൂത്രഭേദം സംഭവിച്ചു എന്ന് പറയും. തെക്ക് സൂത്രഭേദം സംഭവിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ പുത്രനാശവും, വടക്ക് സൂത്രഭേദം സംഭവിച്ചാൽ വംശനാശവുമാണ് ഫലം. വംശനാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്യേഷ്ഠൻ തെറ്റിലാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ പെട്ടെന്ന് മരിച്ചു, അനുജനായിട്ട് സുഖമില്ല, അല്ലെങ്കിൽ അനുജൻ മരണപ്പെട്ടു. ഇങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെടുകയോ അതല്ലെങ്കിൽ മരണതുല്യ ജീവിതത്തിലാവുകയോ ചെയ്യുക. ഇതാണ് യമസൂത്രം. ആ യമസൂത്രത്തിന്റെ സൂത്രഭേദമുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന വാസ്തുനിയമപ്രകാരം സംഭവിക്കുന്ന പ്രശ്നം. അപ്പൊ സൂത്രഭേദം എന്നുള്ളത് വീട്ടിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമല്ല, പുറത്ത് സംഭവിക്കുന്ന കാര്യം. അത് സംഭവിക്കൽ കുളം, കിണറ്, അതുപോലെ തന്നെ പുറത്ത് പ്രത്യേകമായി ഉണ്ടാക്കുന്ന വർക്കേരിയകൾ, അതുപോലെ തന്നെ വിറകുപുര, ഇങ്ങനെയുള്ള എടുപ്പുകളോ അതല്ലെങ്കിൽ കുളം, കിണർ പോലെയുള്ളതോ അതിന്റെ നേരെ സെന്ററിലൂടെ ഈ രേഖ പോകുമ്പോഴാണ് സൂത്രഭേദം സംഭവിക്കുന്നത്.
വീടിന്റെയോ പറമ്പിന്റെയോ കിഴക്ക് പടിഞ്ഞാറ് ഒരു നേർരേഖ സങ്കല്പിക്കുക. ആ നേർരേഖയെക്കുറിച്ച് ബ്രഹ്മസൂത്രം എന്ന് പറയും. ബ്രഹ്മസൂത്രം. ബ്രഹ്മാവ് എന്ന പിശാചിന്റെ റൂട്ട് സഞ്ചരിക്കുന്ന സ്ഥലം എന്നാണ് വാസ്തു ഇതിനെക്കുറിച്ച് പറയുന്നത്. പോക്കുവരവിൽ കുടുങ്ങി എന്നൊക്കെ പറയാറുണ്ടല്ലോ. പോക്കുവരവിൽ കുടുങ്ങി. ഈ സൂത്രഭേദവും സംഭവിക്കുന്നത് ഈ ബ്രഹ്മസൂത്രം കിഴക്കോ പടിഞ്ഞാറോ നേരത്തെ പറഞ്ഞതുപോലെ കുളം, കിണർ, മറ്റിടപ്പുകൾ ഇതിന്റെ നേരെ സെൻട്രലിലൂടെ കടന്നു പോകുമ്പോൾ ബ്രഹ്മസൂത്രത്തിന് വേദം സംഭവിച്ചു എന്ന് പറയും. പടിഞ്ഞാറ് സൂത്രഭേദമുണ്ടായാൽ ധനനാശവും, കിഴക്ക് സൂത്രഭേദമുണ്ടായാൽ ശത്രുപീഡനവുമാണ്. ശത്രുപീഡനം എന്നാൽ എല്ലാവർക്കും ശത്രുത, അയാൾ സിഹറ് ചെയ്ത്, അല്ലെങ്കിൽ അയാൾ അങ്ങാടിക്ക് ഇറങ്ങിയപ്പോൾ അയാൾ ഒരു കാരണമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മോനടിച്ച് അല്ലെങ്കിൽ അനുജനടിച്ച് ആൾക്കാരുടെ വെച്ച് ചീത്തറിഞ്ഞ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്. ഇതാണ് സൂത്രഭേദം. ആ വീട് നിർമ്മിച്ച് ആ നിർമ്മിച്ച വീട് നിർമ്മാണത്തിന് ശേഷം പുറത്ത് മറ്റെന്തെങ്കിലും എടുപ്പുകളോ കുളങ്ങളോ കിണറുകളോ മറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ 4 ഭാഗങ്ങളിലും സൂത്രഭേദമില്ലാതെ വീട് നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം. വാസ്തുനിയമം അങ്ങനെയാണ്. ശേഷം ഈ വാസ്തുശാസ്ത്രം എന്നുള്ളത് വളരെ വിശാലമായ ഒരുപാട് നിയമങ്ങളും ഒരുപാട് ഭാഗങ്ങളും ചർച്ച ചെയ്യേണ്ടുന്ന വളരെ വിശാലമായി കിടക്കുന്ന ഒരു വിജ്ഞാനശാഖയാണ്. ധാരാളം ഗ്രന്ഥങ്ങളും വാസ്തുശാസ്ത്രത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇമാംമാരാൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളല്ല, ഉത്തരേന്ത്യയിലെ അതുപോലെ തന്നെ ചൈനയിലെ ഒരുപാട് സന്യാസിമാർ രചിച്ചിട്ടുള്ള സംസ്കൃതത്തിലുള്ള ഗ്രന്ഥങ്ങൾ. ഈ സംസ്കൃതത്തിലെ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലേക്കും അതുപോലെ തന്നെ മലയാളത്തിലേക്കും ഈ അടുത്ത കാലത്തായിട്ട് പലതും പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും അവലംബയോഗ്യമായ ഒരു ഗ്രന്ഥമാണ് മനുഷ്യാലയ ചന്ദ്രിക എന്ന പേരുള്ള ഗ്രന്ഥം. മനുഷ്യാലയ ചന്ദ്രിക. നമ്മൾ ഫിഖ്ഹിലൊക്കെ ഫൽമീൻ എന്ന് പറയുന്ന സ്ഥാനത്താണ് വാസ്തുശാസ്ത്രത്തിലെ മനുഷ്യാലയ ചന്ദ്രിക. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിലും കെട്ടിട നിർമ്മാണങ്ങളിലും ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു ഭാഗം വീടിന്റെ അളവുകളാണ്. അളവ് ശരിയാക്കുക, ക്ലിയറാക്കുക എന്നുള്ളതാണ്. ചുറ്റളവ് ശരിയാക്കുക എന്ന് പറയും. അത് ചുറ്റളവിനെക്കുറിച്ച് ഇങ്ങനെയുള്ള സദസ്സിൽ അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റിയൊരു വിഷയമല്ല. അത് ഈ വിഷയം പഠിക്കണമെന്ന് താല്പര്യമുള്ള പഠിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു വിഷയമല്ല. നീളം പ്ലസ് വീതി ഇൻറ്റു 2 ഇത് സമം ചുറ്റളവ്. ചുറ്റളവില് വീടിന്റെ അളവ് പ്രകാരമാണ് വീടിന്റെ ദർശനം എവിടേക്കെന്ന് തീരുമാനിക്കും. വീടിന്റെ മുഖം എവിടേക്കാണ്. തെക്കോട്ട് പൊതുവൊരു ധാരണയുണ്ട്, തെക്കോട്ട് വീടിന്റെ മുഖം നല്ലതല്ല. വീടിന്റെ മുഖം എപ്പോഴും വടക്കോട്ട് വേണം, തെക്കോട്ട് നല്ലതല്ല. അങ്ങനൊന്നുമില്ല. വീടിന്റെ മുഖം എവിടേക്കുമാവാം. എവിടേക്ക് വീടിന്റെ മുഖം കൊടുത്താലും ഒരു പ്രശ്നമില്ല. പക്ഷെ അതിനനുസരിച്ചുള്ള അളവായിരിക്കണമെന്ന് മാത്രം. വീടിന്റെ അളവ് അതിന് 3 മർത്തബകളാണ്, 3 സ്ഥാനങ്ങളാണ്. ഉത്തമം, മധ്യമം, അധമം. ഉത്തമമാണ് പൊതുവെ സ്വീകരിക്കുക. അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം മധ്യമം സ്വീകരിക്കും, ഒരിക്കലും സ്വീകരിക്കൂല. ആയം, വ്യയം, ഇങ്ങനെ 2 കാര്യങ്ങൾ കൂടെയുണ്ട്. ആയം, വ്യയം.
ഈ ആയം വ്യയം എന്ന് പറഞ്ഞാൽ മൈനസ് പ്ലസ്. ചിലപ്പോ പലരും പറയാറുണ്ടല്ലോ, ഇഷ്ടംപോലെ കാശ് കിട്ടുന്നുണ്ട്, പക്ഷെ ഈ കാശൊക്കെ എങ്ങനെ ചെലവാകുന്നു എന്നറിയുന്നില്ല. വീടിന്റെ അളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയും, വ്യയത്തേക്കാൾ എപ്പോഴും ആയം കൂടിയിരിക്കണം. തെക്കുവടക്കിനിടയ്ക്ക് ഒരു ചെറിയൊരു കാര്യം. പിന്നെ ഫോണ് ഇന്ന് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാവൂ. പിന്നെ ഇത് ഫുള്ള് പരിപാടി കഴിയുന്നവരെ എല്ലാവരും സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഒന്ന് അറിയിക്കുക. ഏതായാലും വീട്ടുമില്ല. പിന്നെ ശേഷം മയ്യത്തസ്കാരം നടക്കാണ്ട് അല്ലേ? മയ്യത്തസ്കാരല്ലേ? കുഞ്ഞാലിക്കുട്ടി പേഷ്യന്റ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ആധുനിക സംവിധാനങ്ങളൊക്കെ ധാരാളം ഉള്ളതാണല്ലോ. അത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിച്ച് സൗകര്യപ്രദമായ വഴികളിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഒരുപാട് ഭാഗങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. നാട്ടിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മൂലയാണ് കന്നിമൂല. ഒരുപാട് ചർച്ചകളുള്ളതാണ്. കന്നിമൂലക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. എന്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് ഇല്ലാത്തവർ ശേഷം ചില ആളുകൾ വന്നിട്ടുണ്ട്. അവരുടെ അറിവിന് വേണ്ടിയും മറ്റുള്ളവരുടെ ഓർമ്മയിൽ വീണ്ടും ഉണ്ടാകാൻ വേണ്ടിയും ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഇതൊക്കെ വാസ്തു നിയമങ്ങൾ മാത്രമാണ്. വാസ്തു നിയമം പരിപൂർണമായി നമുക്ക് സ്വീകാര്യമല്ല. ഇസ്ലാമിക് വാസ്തു എന്ന പേരിൽ ഒരു വാസ്തു നിയമം, അതായത് ഇസ്ലാമിക നിയമപ്രകാരം ഇങ്ങനെയാണ് കത്തിക്കേണ്ടത്, ഇങ്ങനെ അടുത്ത് പറ്റൂ, ഒരു ഇമാമും എവിടെയും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക നിയമപ്രകാരം അടുക്കള ഇന്ന ഭാഗത്ത് നമ്മളതൊന്നും പറഞ്ഞിട്ടില്ല. വാസ്തുവിൽ അടുക്കള എവിടെ വരേണ്ടത്, തോട്ടം എവിടെ വരേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക നിയമപ്രകാരം അടുക്കള ഇന്ന ഭാഗത്ത്, അടുപ്പിന്റെ വായി ഇന്ന ഭാഗത്ത്, കത്തിക്കേണ്ടത് ഇങ്ങനെ, മുഖം ഇന്ന ഭാഗത്തേക്ക് ഒരു ഇമാമും ഒരു കിതാബിലും എവിടെയും പറഞ്ഞിട്ടില്ല. വെറും കണക്കുകൂട്ടലുകൾ മാത്രം. ഖിബ്ല ഭാഗത്തല്ലേ, അവർക്ക് തിരിഞ്ഞിട്ടല്ലേ നിൽക്കേണ്ടത്, ബൈത്തുൽ മുഖദ്ദസ് ഇന്ന ഭാഗത്തല്ലേ, പക്ക് തിരിഞ്ഞിട്ടല്ലേ നിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള വെറും ഊഹങ്ങൾ എന്നതിലപ്പുറം നമ്മൾ ഏത് മസല പറഞ്ഞാലും ഏത് നിയമം പറഞ്ഞാലും ഇമാം ഷാഫിഈ റളിയല്ലാഹു ഇന്ന കിതാബിൽ പറഞ്ഞു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇന്ന കിതാബിൽ പറഞ്ഞു, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇന്ന കിതാബിൽ പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലോ, സാധിക്കണമല്ലോ. അപ്പോഴല്ലേ അത് ഇസ്ലാമികാവുള്ളൂ. എനിക്കങ്ങനെ തോന്നുന്നു, എനിക്കങ്ങനെ മനസ്സിലാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പേര് മാനസികമെന്നാണ്, അത് ഇസ്ലാമികല്ല. അപ്പോ വീടിന്റെ മുഖം ഇന്ന ഭാഗത്തേക്ക്, അടുക്കള ഇന്ന ഭാഗത്ത്, കിണർ ഇന്ന ഭാഗത്തേ വരാവൂ എന്ന് പരിശുദ്ധ ദീനിലെ ഒരു ഇമാമിന്റെ ഒരു അഭിപ്രായം ഒരു കിതാബിലും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു കിതാബുമില്ല. വാസ്തു ആകെ 3 മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതാവട്ടെ ഹൈന്ദവ മുനിമാരുടെ തപസ്സിലൂടെ അവർക്ക് ലഭിച്ച ഇൽമു. ഇത്രയും ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം, ഇതിലേറ്റവും പ്രഗത്ഭരായ ശങ്കരൻ നമ്പൂതിരി, അതുപോലെ തന്നെ അതുപോലെയുള്ള ഏറ്റവും പ്രഗത്ഭരായ ആളുകളിൽ നിന്ന് 8 വർഷം നിരന്തരമായി പഠിച്ച, ഇതിനെക്കുറിച്ച് ആധികാരികമായി അറിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 8 വർഷം ഇതിനെക്കുറിച്ച് നിരന്തരമായി കൊണ്ട് ഞാൻ അന്വേഷണത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാസ്തു എന്നുള്ളത് ഇസ്ലാമികമായി കൊണ്ട് ചർച്ച ചെയ്യപ്പെടുമെന്നല്ല. പക്ഷെ വാസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്, വാസ്തുവിനെ നാം എങ്ങനെ സമീപിക്കണം,
നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നാമൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നുകൾ. ആയുർവേദം എന്നുള്ളത് ഹൈന്ദവ വേദങ്ങളിലെ ഒരു വേദമാകുന്ന ആയുർവേദത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ ആയുർവേദം. ആയുർവേദം അതൊരു വേദമാണ്. യജുർവേദം എന്ന് പറയുന്നത് പോലെ ഒരു വേദമാണ് ആയുർവേദം. നമ്മൾ പറയുന്ന കഷായങ്ങളും നമ്മൾ കുടിക്കുന്ന അരിഷ്ടങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന തൈലങ്ങളും അതൊക്കെ വേദങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്ന പോലെ ഹൈന്ദവ വേദങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇൽമാണ്, ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്നുള്ളത്. പക്ഷെ പിശാചിന്റെ സാന്നിധ്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അതിൽ നിന്ന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് നാം വാസ്തുവിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വാസ്തു പരിപൂർണമായി സ്വീകരിക്കുവാനോ എന്നാൽ പരിപൂർണമായി തള്ളിക്കളയാനോ പറ്റിയതല്ല. നമ്മുടെ വിശ്വാസങ്ങളോടും നമ്മുടെ സംസ്കാരത്തോടും എതിരാവാത്ത, എന്നാൽ നമ്മുടെ സുഖസമ്പൂർണമായ ജീവിതത്തിന് ഗുണകരമാകുന്ന ഭാഗങ്ങൾ മാത്രം നാം അതിൽ നിന്ന് സ്വീകരിക്കുന്നു. പക്ഷേ ഗുണകരമായതേത്, നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതേത് എന്ന് കൃത്യമായിക്കൊണ്ട് അറിയുന്ന ആളുകളെ കൊണ്ട് മാത്രമേ ഇത്തരം വിഷയങ്ങൾ ചെയ്യിപ്പിക്കാവൂ. അതല്ലാതെ ഒരിക്കലും ജ്യോത്സ്യന്മാരെ കൊണ്ടോ ആശാരിമാരെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ ഒന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കരുത്. കാരണം നമുക്ക് മരണം വരെ ജീവിക്കേണ്ടുന്ന വീടാണ്. നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ റാഹത്തുള്ള ജീവിതം വേണം. അപ്പൊ ആ രൂപത്തിൽ തന്നെ ഇതിനെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. സഹായിച്ചവരും പഠിക്കുന്ന സമയത്ത് ഭക്ഷണം നൽകിയവർ, എന്റെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, പള്ളിപ്പണിക്ക് സഹായിച്ചവർ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, നമ്മുടെ സാദാത്യങ്ങൾ, നമ്മുടെ ആലിമ്യങ്ങൾ, അല്ലാഹു എല്ലാവർക്കും ഖൈറ് നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകട്ടെ. എല്ലാ നിലക്കും സലാമത്തും ഖൈറ് കൊണ്ടും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.